نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا സമാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. മനുഷ്യന്റെ ജീവിത ചക്രത്തിൽ മാതാവ് അവനെ പ്രസവിക്കുന്ന ആ ഒരു ഘട്ടം മുതൽ അവന്റെ ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവുമായി ജീവിതചക്രത്തിന്റെ വ്യത്യസ്തങ്ങളായ കാലയളവിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുകയാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ മടങ്ങുകയാണ്. ഈ കാലയളവിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ് അവന്റെ യുവത്വം എന്ന് പറയുന്നത്. ആരെ സംബന്ധിച്ചിടത്തോളവും ആരോഗ്യം ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ലഭ്യമാകുന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തിനും നമുക്ക് സാധ്യമാകുന്ന, എല്ലാവർക്കും എല്ലാവരെയും ആവശ്യമുള്ള ഏറെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തന്നെ സ്വീകരിക്കുന്നതാണ്. ആ രൂപത്തിൽ വലിയ പ്രതിഫലമാണ് അവർക്ക് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. മുൻഗാമികളായ സലഫുകൾ, പണ്ഡിതന്മാർ അവർ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമായിരുന്നു, യാ മഅ്ശറ ശബാബ് ഖുവ്വതുകും ജഅലുഹാ ഫീ ശബാബികും വനശാതകും ഫീ തഅത്തില്ലാഹ്. അല്ലയോ യുവാക്കളെ, യുവസമൂഹമേ, നിങ്ങളുടെ ഈ ചെറുപ്പം, നിങ്ങളുടെ ഈ ഉന്മേഷം, നിങ്ങളുടെ ശക്തി, ഇതെല്ലാം അല്ലാഹുവിന്റെ തഅത്തിൽ, അല്ലാഹുവിനോടുള്ള അനുസരണത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. ഈ രൂപത്തിൽ
യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ നിർദ്ദേശിക്കുമായിരുന്നു, ഉപദേശിക്കുമായിരുന്നു. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ഒരു നമസ്കാരം കഴിഞ്ഞ് ചെറുപ്പക്കാർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചത്, ഇദാലം തുസല്ലു അൽയൗമ ഫമതാ, ഇന്ന് ഈ സമയത്തും ഇപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് പ്രാപ്തിയുണ്ട്, ഇതെല്ലാമുള്ള ഇപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നിസ്കാരം മാറ്റിവെച്ചാൽ ഇനി എന്നാണ് ആ നമസ്കാരം നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ്. ഇത് തന്നെയാണ് നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളോട്, നമ്മുടെ ചെറുപ്പക്കാരോട്, നമ്മുടെ കൗമാരക്കാരോട് നമുക്ക് ആവർത്തിച്ച് ചോദിക്കുവാനുള്ളത്. നമ്മുടെ നമസ്കാരങ്ങളിൽ, നമ്മുടെ പള്ളികളിൽ അവരുടെ സാന്നിധ്യം എത്രയാണ്? ഒരു ജുമുഅ ഖുത്ബ മാത്രമല്ല, ഒരു ജുമുഅ ദിവസം മാത്രമല്ല, ഓരോ ദിവസവും നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഓരോ വക്തിലും ഈ രൂപത്തിൽ കഴിവുണ്ടായിട്ടും പ്രാപ്തിയുണ്ടായിട്ടും ആ പള്ളിയിൽ സാന്നിധ്യമായി വരാൻ സാധിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ ഈ പള്ളിയുടെ പരിസരങ്ങളിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ, അതേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ് നിങ്ങൾക്ക് അതിന് സാധിക്കുക എന്നുള്ളതാണ്. അതേ രൂപത്തിൽ തന്നെ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അവിടുന്ന് യുവസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, സ്വർഗീയമായ അനുഭൂതികളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ സ്വർഗീയ അനുഗ്രഹങ്ങളെ മുഴുവനും എടുത്തു പറഞ്ഞുകൊണ്ട് യുവാക്കളെ അദ്ദേഹം ഉപദേശിക്കുമായിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗീയ അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നത്, വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. എന്താണ് അവർ ചോദിക്കുന്നത്? അവർ ചോദിക്കുന്നത് ആ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്നതാണ്. വേണ്ട, അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്തോ, അവർ മനസ്സുകൊണ്ട് എന്താണോ തേടുന്നത് അതും സ്വർഗത്തിൽ അവർക്കുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോ അത്രമാത്രം വലിയ അനുഗ്രഹത്തെ മറന്നുകൊണ്ട് ഈ ലോകത്തെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ആദർശത്തെ വലിച്ചെറിയുന്ന ആളുകൾ, ഒരുപാട് മ്ലേച്ഛതകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഇന്നിന്റെ സമൂഹത്തിൽ നമുക്കറിയാം. ചെറുപ്പക്കാർ കടന്നു പോകുന്ന മേഖലകൾ ലഹരിയുടെ മേഖലയായാലും ശരി, തോന്നിവാസങ്ങളുടെ മറ്റു മേഖലകളായാലും ശരി, ഏതെല്ലാം രൂപത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാലഘട്ടം മാറുന്നതിനനുസരിച്ചുകൊണ്ട്, സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ചുകൊണ്ട്, ടെക്നോളജി വീണ്ടും നൂതനമായ സംവിധാനങ്ങൾ കടന്നു വരുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ യുവ സമൂഹത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയത്തെ കാണാതെ പോകാൻ പാടില്ല. തിരിച്ചു വിളിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിക പ്രമാണങ്ങൾ ഓരോന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ആയത്തുകൾ ഓതി കൊടുത്തുകൊണ്ട്, പ്രവാചകന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ രൂപത്തിൽ അവരെ തിരിച്ചു വിളിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഇസ്രായിലെ വചനമാണ് ആമുഖമായി ഞാൻ ഉദ്ധരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ആത്മാർത്ഥമായി കൊണ്ട്, ഒരു സത്യവിശ്വാസിയായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് പ്രയത്നിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രയത്നങ്ങൾ സ്വീകരിക്കപ്പെടുമെന്നാണ്. വമൻ അറാദല്ലാഹിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ആരാണോ പരലോകത്തെ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ഒരു സത്യവിശ്വാസിയായി കൊണ്ട് ആത്മാർത്ഥമായി അതിനു വേണ്ടി പരിശ്രമിക്കുന്നത്, ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. നിശ്ചയമായും അവരുടെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ കഠിനാധ്വാനങ്ങൾ നന്ദിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വളരെ നൈമിഷികമായ സുഖങ്ങളുടെ പിന്നാലെയാണ് മനുഷ്യൻ എന്നുള്ളതാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് മറ്റൊരിക്കൽ അവിടുന്ന് യുവാക്കളോട് പറയുന്നത്, യാ മഅ്ശറ ശബാബ് ഇയ്യാകും വത്തസ്വീഫ സൗഫ അഫ്അൽ. അല്ലയോ യുവ സമൂഹമേ, നാളെയാകാം, പിന്നെയാകാം, കുറച്ചുകൂടെ കാലം ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ. എനിക്ക് ഇനിയും ഒരുപാട് പ്രായം ജീവിക്കുവാനുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാവാം, നന്നാവാൻ കുറച്ചുകൂടെ സമയമുണ്ട്. ഇപ്പോൾ എന്റർടൈൻമെന്റിന്റെ സമയമാണ്, ഇപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യേണ്ട സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിലേക്ക് കടന്നു പോകുന്ന ആളുകളോട് നമുക്ക് ചോദിക്കുവാനുള്ളത് ഇതേ ചോദ്യമാണ്. പിന്നെയാവാം, നാളെയാവാം എന്ന് പറഞ്ഞ പല ആളുകളും ഇന്ന് മക്ബറയിലാണ്, ബർസഖിന്റെ ലോകത്താണ്. അവർ ചിന്തിക്കാത്ത നേരത്ത്, അവരുടെ കൗമാര കാലഘട്ടത്തിൽ, അവരുടെ യുവത്വം തുളുമ്പുന്ന പ്രായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ റൂഹ് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ ചിന്തിച്ചിരുന്നത് നാളെയാകാമെന്നാണ്. നമസ്കാരം നാളെ തുടങ്ങാം,
നല്ല നല്ല പ്രവർത്തനങ്ങൾ പിന്നെയാവാം, ഇനിയും എനിക്ക് ഒരുപാട് പ്രായം ജീവിക്കുവാനുണ്ട് എന്ന ചിന്തയായിരുന്നു. അതുകൊണ്ട് ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും ഓരോ സൽപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുമ്പോഴും എന്റെ ജീവിതത്തിൽ എനിക്കിത് ചെയ്യാനുള്ള അവസാനത്തെ അവസരമാണ് എന്ന ചിന്തയോടുകൂടി ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആയുസ്സാവട്ടെ, നമ്മുടെ സമയമാവട്ടെ, ഓരോന്നിനെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിചാരണ ചെയ്യും എന്ന ബോധ്യത്തിൽ നിന്ന് മാത്രമേ നന്നാകുവാൻ, നല്ല ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അനിബ്നു മസ്ഊദ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ലാ തസൂലു ഖദമു ബിനി ആദമ യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യാതെ അന്ത്യനാളിൽ ആദമിന്റെ സന്തതികൾക്ക് ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മുന്നോട്ട് പോകുവാൻ, അവരുടെ കാലെടുത്ത് വെക്കുവാൻ സാധ്യമല്ല. ഏതാണ് 5 കാര്യങ്ങൾ? അൻ ഉമരിഹി ഫീമ അഫ്നാഹ് വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ് വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു വമാദാ അമില ഫീമ അലിം. ഈ 5 കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യാതെ ഒരിക്കലും തന്നെ മുന്നോട്ട് പോകുവാൻ അന്ത്യനാളിൽ സാധ്യമാവുകയില്ല. ഒന്നാമതായി അവന്റെ ആയുസ്സിനെ പറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അവൻ എത്രയാണോ ആയുസ് കൊടുത്തത്, അത് എന്തിലാണ് അവന്റെ ആയുസ് അവൻ വിനിയോഗിച്ചത് എന്ന് ചോദിക്കും. രണ്ടാമതായി ചോദ്യം ചെയ്യുന്നത് അവന്റെ യുവത്വത്തെ പറ്റിയാണ്, അവന്റെ ചെറുപ്പ കാലഘട്ടത്തെ പറ്റിയാണ്. അത് എന്തൊരു വിഷയത്തിലാണ് അവൻ നശിപ്പിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ 3ഉം 4ഉം കാര്യങ്ങൾ അവന്റെ സമ്പത്തിനെ പറ്റിയാണ്, അവന്റെ സമ്പത്തിനെ പറ്റിയാണ്. എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത്, എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത്, അതുപോലെ തന്നെ സമ്പാദിച്ച സമ്പാദ്യം ഏതൊരു വിഷയത്തിലാണ് ചെലവഴിച്ചത്, ഹറാമിൽ നിന്ന് സമ്പാദിച്ചതാണോ, ചെലവഴിക്കപ്പെട്ട അല്ലാഹു ഇഷ്ടപ്പെടാത്ത വിഷയത്തിലാണോ? ഗൗരവകരമായി നാം ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ഇതിനെപ്പറ്റി ചോദ്യമുണ്ടാകും. അതുപോലെ തന്നെ അവൻ നേടിയ അറിവ്, ആ നേടിയ അറിവിൽ അവൻ എന്താണ് പ്രവർത്തിച്ചത്, ഈ രൂപത്തിൽ 5 കാര്യങ്ങളെ പറ്റി ചോദ്യമുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വ അംർ ഇബ്നു മൈമൂൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഹയാതക ഖബ്ല മൗതിക്, എന്റെ മരണം വരും, ആ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ നന്നായി നീ ഉപയോഗപ്പെടുത്തുക. വസിഹതക ഖബ്ല സഖമിക്, നിനക്ക് രോഗം വരും, ആ രോഗത്തിന് മുമ്പ് അല്ലാഹു നിനക്ക് നൽകിയ ആരോഗ്യത്തെ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നീ വിനിയോഗിക്കുക. വഫറാഗക ഖബ്ല ശുഗ്ലിക്, തിരക്ക് പിടിച്ചൊരു ജീവിതം നിനക്ക് വരാനുണ്ട്, ആ തിരക്ക് പിടിച്ച ജീവിതം കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് നൽകുന്ന ഒഴിവ് സമയങ്ങളുണ്ട്, ആ ഒഴിവ് സമയങ്ങളെ അല്ലാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ നീ വിനിയോഗിക്കുക. വശബാബക് ഖബ്ല ഹറമിക്, വാർദ്ധക്യം നിന്റെ പിന്നിലുണ്ട്, വാർദ്ധക്യം നിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഒരു യുവാവായി ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ അനുഗ്രഹമായ യൗവനത്തെ നിനക്ക് നൽകുമ്പോ ആ യുവത്വത്തെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നീ ചെലവഴിക്കുക. വഗിനാക ഖബ്ല ഫഖരിക്, എപ്പോഴും നിനക്ക് ധന്യത ഉണ്ടാവണമെന്നില്ല. നിന്റെ ധന്യതയ്ക്ക് പിറകെ നിനക്കൊരു പക്ഷേ ദാരിദ്ര്യവും വന്നേക്കാം. ആ ദാരിദ്ര്യം വന്നാൽ ചെലവഴിക്കാൻ കഴിയാതെ നീ മാറ്റി നിർത്തപ്പെട്ടേക്കാം. ആ ഫഖർ വരുന്നതിന് മുമ്പ്, ആ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തിനെ നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഈ രൂപത്തിൽ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സ്വഹീഹുൽ ബുഖാരിയിലെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അനുഗ്രഹങ്ങളെ പറ്റി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നിഅമതാൻ മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്, 2 അനുഗ്രഹങ്ങളുണ്ട്, അതിൽ ജനങ്ങളിൽ മിക്കവാറും ആളുകളെല്ലാം അശ്രദ്ധരാണ്. ഏതാണ് ആ 2 അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, അത് ആരോഗ്യമാണ്, അതുപോലെ ഒഴിവ് സമയമാണ്. ഈ 2 അനുഗ്രഹങ്ങളെ പറ്റി അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് മനുഷ്യന് ബോധ്യം വരിക. ആരോഗ്യത്തോടു കൂടി നടക്കുമ്പോ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, അസുഖങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നണമെന്നില്ല. അതെപ്പോഴാ തോന്നുന്നറിയോ? സാധാരണ മൂത്രമൊഴിക്കുന്നത് പോലെ മൂത്രമൊഴിക്കാൻ കഴിയാത്തൊരു വേദന വരാറുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് പോലെ
ഭക്ഷണം കഴിക്കാൻ കഴിയാതെ തൊണ്ടയിൽ ഹോളിട്ടുകൊണ്ട് പൈപ്പിറക്കുന്ന ഒരു ഘട്ടം ഒരു പക്ഷെ വരാനുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഈ രൂപത്തിൽ യഥേഷ്ടം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശ്വസിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേവലം വളരെ നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മൾ ഇങ്ങനെ ശ്വസിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ ശ്വസിക്കാൻ കഴിയാതെ ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ സംവിധാനത്തോടു കൂടി ഒരു ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് നമ്മൾ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് ശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസരം വരുമ്പോഴാണ് ഈ രൂപത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് ബോധ്യമുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ, ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. എന്നാൽ ആഖിറമാവട്ടെ, തഖ്വയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉത്തമമായത് ആഖിറമാകുന്നു എന്ന ബോധ്യപ്പെടുത്തലാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത്, ഐഹിക ലോക ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചനാചരക്ക് മാത്രമാണ്. പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ സൂറത്തുകളിൽ ഒരേ ആശയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവ് വേണ്ടെന്നല്ല, ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ വേണ്ടെന്നല്ല, ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളിൽ വഞ്ചിതരായി പോവാതെ ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കണേ എന്ന ആഹ്വാനമാണ്, ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, പ്രത്യേകമായി യുവാക്കൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ തെറ്റുകളിലേക്ക് പോകുവാൻ സാഹചര്യമുള്ള, സാധ്യതയുള്ള, അതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ നെടുനായക സ്ഥാനം വഹിക്കുന്നവർ എന്നുള്ള നിലക്ക് പ്രത്യേകമായും തഖ്വയിലേക്ക് ഇറങ്ങി വരണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി പഠിപ്പിക്കുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗത്തെ പറ്റി, ഇബ്രാഹിം നബിയുടെ തഖ്വയെ പറ്റി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണങ്ങൾ തരണം ചെയ്തതിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നിടത്ത് ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നത് ഫതൻ എന്നാണ്, ചെറുപ്പക്കാരൻ എന്ന നിലക്കാണ്. ഒരുപാട് പ്രായം ചെന്ന അവസ്ഥയിലല്ല, ഒരു ചെറുപ്പക്കാരനായ തീക്ഷ്ണമായ യൗവനം കത്തിച്ചൊലിക്കുന്ന പ്രായത്തിലും എന്തിനും കഴിവുള്ള സമയത്തും എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ പേരിൽ ആ ഇഷ്ടത്തിന്റെ കൂടെ നിൽക്കുവാനും, എന്റെ റബ്ബിന് ഇഷ്ടമില്ല എന്നതിന്റെ പേരിൽ എന്റെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുവാനും ഒരു ചെറുപ്പക്കാരന് സാധിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നതാണ് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിലൊരു വിഭാഗത്തെ എടുത്തു പറയുന്നത് ശാഫൻ എന്നാണ്, ചെറുപ്പക്കാരാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടോ, അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന പാതയിലൂടെ ഏറ്റവും നല്ലൊരു ആദർശത്തെ നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തെറ്റിന്റെ ധാരാളം കണക്കിന് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട്. ആ സാധ്യതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു തേടിക്കൊണ്ട്, നമസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് പുണ്യകർമ്മങ്ങൾ ഓരോന്നുമായി മുന്നോട്ട് ഇറങ്ങുവാനും, സാമൂഹ്യമായി കൊണ്ട് സമൂഹത്തിൽ ചെയ്യേണ്ട ദൗത്യത്തെ, ദഅവത്തിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ രംഗത്ത് സജീവമാകുവാനും ഏതെല്ലാം മേഖലകൾ നമുക്ക് സാധിക്കുമോ ആ മേഖലകളെല്ലാം നമ്മുടേതായിട്ടുള്ള ഒരു സാന്നിധ്യം ഉണ്ടാവണം എന്നുകൂടെ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഏത് രംഗത്തും അധാർമികമായ ഏത് രംഗങ്ങളിലും ചെറുപ്പക്കാരാണ് മുന്നിൽ. ആ രംഗത്ത് സത്യവിശ്വാസികളായ ആളുകൾ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവരുമുണ്ട്. ലഹരിയുടെ പേരിൽ പിടിക്കപ്പെടുന്നവർ, അവരുടെ പേര് മുസ്ലിം പേരാണ്. അതുപോലെ തന്നെ മാതാവിനെ കുത്തിക്കുന്നതിന്റെ പേരിൽ പിടിക്കപ്പെടുന്ന ആളുകൾ, അവരുടെ പേര് മുസ്ലിം പേരാണ്. അതുപോലെ തന്നെ തോന്നിവാസങ്ങളുടെ പേരിൽ പിടിക്കപ്പെടുന്നവർ, അവരുടെ പേര് മുസ്ലിം പേരാണ്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണവർ, മുസ്ലിം കുടുംബങ്ങളിൽ പിറന്നവരാണവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുവാനും, നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടേണ്ടത് കിട്ടുവാനും, അതിനുള്ള സംരംഭങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അവരെ കൊണ്ടുവന്നിരുത്തുവാനും, ഈ രൂപത്തിൽ ഇസ്ലാമികപരമായിട്ടുള്ള മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുവാനും രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ രൂപത്തിൽ വളർന്നു വരിക, അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്ന ഉത്തരവാദിത്തം ഓരോ ചെറുപ്പക്കാരനുമുണ്ട് എന്നുള്ളതാണ്.
മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ മരണത്താൽ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിപ്പോയി എന്ന്, അല്ലാഹുവിന്റെ അർശ് കിടുങ്ങിപ്പോയി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ആരെ പറ്റിയാണെന്ന് അറിയുമോ? അത് ഒരു 36-കാരനെ പറ്റിയാണ്. 35-36 വയസ്സ് പ്രായത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന, തന്റെ 30കളിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ മരണത്താൽ അല്ലാഹുവിന്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടുപോയത്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം അല്ലാഹുവിന് പ്രിയപ്പെട്ടതാവാൻ ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിൽ ഒരു സത്യവിശ്വാസിയായി ജീവിച്ചത് ഒരു നൂറ്റാണ്ടല്ല, വെറും 5-6 വർഷം മാത്രം, 5-6 കൊല്ലം മാത്രം ഇസ്ലാമിന്റെ ഭൂമികയിൽ ഒരു മുസ്ലിമായി, ഒരു മുഅ്മിനായി ജീവിച്ചതിന്റെ പേരിൽ അല്ലാഹു അദ്ദേഹത്തെ സ്വീകരിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കും തന്റെ യുവതയെ, തന്റെ യൗവനത്തെ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ടാവുക. ആ രൂപത്തിൽ തങ്ങളുടെ ചെറുപ്പത്തെ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിച്ച എത്രയോ ആളുകളുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ധാരാളം കണക്കിന് സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചതാണ്. തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ, യുവത്വത്തിൽ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവൻ കൊടുത്ത എത്രയോ ആളുകളുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ കാണാം. ഒരുപാട് പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ടതിന്റെ പേരിൽ ആ പ്രയാസങ്ങൾക്കൊക്കെ ശേഷം പിന്നീട് കിസ്രയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങളും അവരുടെ വളകളും ആടയാഭരണങ്ങളും മുഴുവനും ഇസ്ലാമിക സമൂഹത്തിന് മുന്നിൽ മുട്ടുകുത്തിയ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന്. ആ സമയത്ത് ഒരുപക്ഷെ ആദ്യകാലത്ത് പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾ പലരും ഉണ്ടായിട്ടില്ല. സ്വഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾ സഹിച്ചപ്പോ, പിൽക്കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വിഭവങ്ങൾ തന്നപ്പോ, ആ വിഭവങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതെ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രം കണ്ടുപോയ എത്രയോ ആളുകളുണ്ട്. ഞങ്ങളുടെ മിസ്അബ് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ എത്രയോ ചെറുപ്പക്കാരുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ ചെറുപ്പത്തെ, അവരുടെ യുവതയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിച്ച ആളുകൾ, ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ട് എല്ലാം കൊടുത്ത ആളുകൾ, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഹിജ്റയുടെ വേളയിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങളും വീടും എല്ലാം തന്റെ നാട്ടിൽ, അതല്ലെങ്കിൽ മക്കയിൽ ഉപേക്ഷിച്ചു കൊണ്ടുപോയ റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ പ്രശംസക്ക് പാത്രീഭൂതരായ എത്രയോ ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂചിപ്പിക്കുവാനുള്ളത്, നമുക്ക് കിട്ടുന്ന ആയുസ് ഒരു പക്ഷേ വളരെ കുറച്ചാവാം. അതുകൊണ്ട് നാളേക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല സൽക്കർമ്മങ്ങൾ. ഒരു തിന്മ ചെയ്യുമ്പോ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് മരണചിന്തയാണ്. വാർദ്ധക്യത്തിലേക്ക് വരെ നീട്ടിയിടുന്ന ആ രൂപത്തിൽ ആയുസ് കിട്ടുമെന്നുള്ള വ്യാമോഹം വേണ്ട. ഏത് സമയവും നമ്മുടെ മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാവണം നാം മുന്നോട്ട് പോവേണ്ടത്. ഏതൊരു മരണത്തെ തൊട്ടുകൊണ്ടാണ് പേടിച്ചോടിക്കൊണ്ടിരിക്കുന്നത്, ആ മരണത്തെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധ്യത്തിൽ നന്മകളുമായി കൊണ്ട് മുന്നോട്ട് പോകുവാൻ, ആ സ്വഹാബത്ത് കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അല്ലാഹുവിന്റെ തൃപ്തി നേടിയ യുവാക്കളിൽ, ചെറുപ്പക്കാരിൽ, സത്യവിശ്വാസികളിൽ അനേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. മനസ്സ് നിറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ ദേശത്തെ നാം സ്നേഹിക്കുകയാണ്. ഒരു സത്യവിശ്വാസി ദേശസ്നേഹിയാണ്, ദേശദ്രോഹിയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രബോധം നമ്മിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഭാരതത്തിന്റെ ചങ്ങലക്കെട്ടുകൾ ഭേദിക്കുവാൻ
സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിട്ടിറങ്ങിയവരിൽ നമ്മളുണ്ട്, നമ്മുടെ പൂർവ്വപിതാക്കളുണ്ട്. മൗലാന അബുൽ കലാം ആസാദിനെ പോലെ, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ, അതുപോലെ തന്നെ എത്രയോ നേതാക്കന്മാർ ഈ കേരളത്തിലും, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ ചരിത്രത്തിൽ നിന്ന് ആരൊക്കെ പേരുകൾ വെട്ടിമാറ്റാൻ ശ്രമിച്ചാലും, ആരൊക്കെ മാറ്റി നിർത്തുവാൻ ശ്രമിച്ചാലും, നമ്മുടെ പിതാക്കൾ അവർ നമുക്ക് കാണിച്ചു തന്ന ദേശസ്നേഹത്തിന്റെ മാതൃകയുണ്ട്. ആ മാതൃകയെ നെഞ്ചേറ്റിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുസ്ലിം എന്ന പേര്, അതല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരി എന്ന് പറയുന്നത് രാജ്യവിരുദ്ധനല്ല എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. പലപ്പോഴും രാജ്യദ്രോഹിയാക്കുവാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരോട് വീണ്ടും വീണ്ടും നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ളത്, നിങ്ങൾ ചരിത്രത്തെ ഒന്നുകൂടെ വായിച്ചു നോക്കണം എന്നുള്ളതാണ്. ഇനിയും ചരിത്രങ്ങൾ നമുക്ക് സൃഷ്ടിക്കാറുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിന് സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടേണ്ടവരല്ല. സമൂഹത്തിന്റെ നാനാ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യപരമായി ഇടപെടാൻ പറ്റുന്ന മേഖലകളിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് ഏറ്റവും നല്ല പൗരന്മാരായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്തു.